സാൾട്ട് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ബിഫാം കോഴ്സുകളിലേക്കും അതേപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 17/4/2024 വൈകിട്ട് 5 മണി വരെയാണ്. 17/4/2024 വൈകിട്ട് 5 മണി വരെ. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആയ SSLC സർട്ടിഫിക്കറ്റ്, അതേപോലെ നാറ്റിവിറ്റി പ്രൂഫിന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ എന്താണോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവയിൽ ഏതെങ്കിലും ഒന്ന്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ്, ഈ 3 ഡോക്യുമെൻറ്റുകളും ഒപ്പം നിങ്ങളുടെ സിഗ്നേച്ചറും അതേപോലെ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിരിക്കണം. മറ്റ് സർട്ടിഫിക്കറ്റുകൾ, മറ്റ് സംവരണത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും വേറെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/4/2024 വരെയാണ്. അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പലർക്കും ഒരുപാട് തെറ്റുകൾ, അതായത് മിസ്റ്റേക്കുകളുടെ ഒരു ഭണ്ഡാരം തന്നെ എന്ന് പറയാം. അത്രയും മിസ്റ്റേക്കുകൾ വരുത്തിയ പലരും പല രൂപത്തിലുള്ള മിസ്റ്റേക്കുകളും വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ മാർക്ക് ലിസ്റ്റാണ്, അല്ലെങ്കിൽ നാറ്റിവിറ്റി പ്രൂഫിന് പകരം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇൻകം സർട്ടിഫിക്കറ്റാണ്. എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേരിൻ്റെ അവസാനമാണ് ഇനീഷ്യലുള്ളത്, പക്ഷേ ഡോക്യുമെൻറ്റ്സിലെല്ലാം അച്ഛൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ തുടക്കത്തിലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും പല രൂപത്തിലുമുണ്ട്. അതെല്ലാം ഈ അപ്ലിക്കേഷനെ ബാധിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നിരവധി പേരുള്ളത്. ആദ്യമേ പറയട്ടെ, ടെൻഷൻ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തന്നെ ഒഴിവാക്കാം. ടെൻഷൻ അടിച്ചതുകൊണ്ട് യാതൊരു കാര്യം നമുക്ക് വരാൻ പോകുന്നില്ല. ടെൻഷൻ അടിച്ചുകൊണ്ട് ഇതെല്ലാം ശരിയാവും എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാമായിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ കാര്യങ്ങൾ ശരിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ എന്നുള്ള സംഭവം ഇപ്പോൾ തന്നെ അങ്ങ് ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമോ ഇല്ലേ എന്നുള്ള ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ ഉള്ളത്. പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ലഭിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം. പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ മാർക്ക് ലഭിക്കുമോ ഇല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരീക്ഷയെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ടെൻഷൻ ആദ്യം ഒഴിവാക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ആ കാര്യങ്ങളെ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ 5 കാര്യങ്ങൾ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1ാമത്തെ കടമ്പ പാസ്സായിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. പക്ഷേ അതിന് കറക്റ്റ് ചെയ്യാനുള്ള അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്ക്രൂട്ടിനൈസേഷൻ ചെയ്ത ശേഷം, പരിശോധിച്ച ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നാറ്റിവിറ്റി പ്രൂഫിന് പകരം നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളുടെ നാറ്റിവിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ആയിരുന്നെങ്കിൽ PDF അപ്ലോഡിങ് ആയതുകൊണ്ട് തന്നെ ഏത് PDF ആയാലും അവിടെ അപ്ലോഡ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചെക്കിങ് വരുന്നുണ്ട്. ആ ചെക്കിങ് സീഡ് ഓഫീസിൽ നിന്നുള്ള ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൽ വരുന്ന എല്ലാ മിസ്റ്റേക്കുകളും, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ, അതായത് പേരിലുള്ള മിസ്റ്റേക്ക്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇമെയിൽ ID-യിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഫോൺ നമ്പറിൽ ഒരു ഡിജിറ്റ് കൂടിപ്പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ
ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാതിരിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് പോവുള്ളൂ. അപ്പോൾ നിങ്ങളെ മാക്സിമം ആൾക്കാരെ എക്സാം എഴുതിക്കാൻ വേണ്ടി തന്നെയാണ് CE ശ്രമം നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സാധാരണ കൊടുക്കാറുണ്ട്. ഈ വർഷം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ മാറ്റിവെക്കുക. തൽക്കാലം നിങ്ങൾക്ക് ടെൻഷൻ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഈ കാണുന്ന, ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്ന ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. രാത്രി 7 മണിക്കും 10 മണിക്കും ഇടയിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ ടെൻഷനൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പറിലൊന്ന് വിളിച്ച് കാര്യങ്ങൾ സ്മൂത്താക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടീം സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ കൃത്യമായിട്ട് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കും. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.